കൊറോണ വ്യാപനം നൽകിയ ഭീതികളൊന്നും തന്നെ അവസാനിക്കുന്നില്ല. ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കുള്ള യാത്രകൾ പ്രവാസികൾ തുടരുമ്പോഴും ദിനംപ്രതി നിബന്ധനകൾ മാറ്റുകയാണ് അധികൃതർ. ഇപ്പോഴും ഇന്ത്യ പല രാജ്യങ്ങളുടെയും റെഡ് ലിസ്റ്റിൽ തന്നെയാണുള്ളത്. ആയതിനാൽ തന്നെ പ്രവാസികൾക്ക് കടക്കാൻ കടമ്പകൾ ഏറെയാണ്. ഇത്തരത്തിൽ കടുത്ത നിബന്ധനകൾ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഖത്തർ. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൊറോണ വ്യാപനത്തെ തുടർന്ന് യാത്രാപ്രവേശന നയങ്ങൾ പുതുക്കിയതിനൊപ്പം തന്നെ കോവിഡ് അപകട സാധ്യതാ രാജ്യങ്ങളുടെ പട്ടിക ഗ്രീൻ, റെഡ്, എക്സെപ്ഷണൽ റെഡ് എന്നിങ്ങനെ മൂന്നാക്കി ചുരുക്കിയിരിക്കുകയാണ് ഖത്തർ. കോവിഡ് ഏറ്റവും കൂടിയ എക്സെപ്ഷണൽ റെഡ് ലിസ്റ്റ് രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയെ കൂടാതെ ഫിലിപ്പീൻസ്, നേപ്പാൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, കെനിയ, സുഡാൻ എന്നീ രാജ്യങ്ങളാണ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. എക്സെപ്ഷണൽ റെഡ് ലിസ്റ്റിൽ നിന്നുള്ളവർക്കുള്ള ഇളവുകൾ ഇങ്ങനെയാണ്. 1. ഗ്രൂപ്പ് എ. ഖത്തർ പൗരന്മാർ, GCC പൗരന്മാർ, ഖത്തറിലെ പ്രവാസി താമസക്കാർ എന്നിവർക്കുള്ള ഇളവുകളാണ് ഗ്രൂപ്പ് എയിൽ നൽകിയിട്ടുള്ളത്. പൊതുജനാരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കിയ 12-നും അതിനു മുകളിലും പ്രായമുള്ളവർ. ഖത്തറിലെത്തുമ്പോൾ ഹോട്ടൽ ക്വാറന്റൈനിൽ 2 ദിവസം കഴിയണം. 11 വയസ്സ് വരെയുള്ള കുട്ടികളുമായി എത്തുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഒരാൾ വാക്സിനേഷൻ പൂർത്തിയാക്കിയിരിക്കണം. ഖത്തറിലേക്കുള്ള യാത്രയ്ക്ക് 72 മണിക്കൂറിന് മുമ്പ് അംഗീകൃത കേന്ദ്രങ്ങളിൽ നടത്തിയ കോവിഡ് നെഗറ്റീവ് പരിശോധനാ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. കൂടാതെ ഖത്തറിലെത്തിയ ശേഷം 36 മണിക്കൂറിനുള്ളിൽ PCR പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. ഹോട്ടൽ ക്വാറന്റൈനിൽ PCR പരിശോധന നടത്തണം. രാജ്യത്തിന് പുറത്തുനിന്ന് വാക്സിനേഷൻ പൂർത്തിയാക്കിയ, അതായത് മന്ത്രാലയം അംഗീകരിച്ച വാക്സിനേഷൻ പൂർത്തിയാക്കിയവർക്ക് ഹോട്ടൽ ക്വാറന്റൈനിൽ സെറോളജി ആന്റിബോഡി പരിശോധന നടത്തുന്നതായിരിക്കും. ഗ്രൂപ്പ് ബിയിൽ പെടുന്നവരുടെ ഇളവുകൾ ഇപ്രകാരമാണ്. അതായത് വാക്സിൻ എടുക്കാത്ത അല്ലെങ്കിൽ വാക്സിനേഷൻ പൂർത്തിയാക്കാത്തവർക്കുള്ള ഇളവുകളാണ് പറയാൻ പോകുന്നത്. ഹോട്ടൽ ക്വാറന്റൈൻ 7 ദിവസമാണുള്ളത്. യാത്രയ്ക്ക് 72 മണിക്കൂർ മുമ്പെടുത്ത കോവിഡ് PCR നെഗറ്റീവ് പരിശോധനാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം. ഹോട്ടൽ ക്വാറന്റൈനിൽ 6-ാമത്തെ ദിവസം പരിശോധന നടത്തും. കോവിഡ് PCR ഫലം നെഗറ്റീവ് എങ്കിൽ 7-ാമത്തെ ദിവസം ക്വാറന്റൈൻ അവസാനിക്കുന്നതായിരിക്കും. ഗ്രൂപ്പ് ബിയിൽ പെടുന്ന ഖത്തറിലേക്ക് എത്തുന്ന സന്ദർശകർ, അതായത് എല്ലാത്തരം സന്ദർശക വിസകളിലുള്ളവർക്കുമുള്ള ഇളവുകൾ ഇങ്ങനെ. വാക്സിനേഷൻ പൂർത്തിയാക്കിയ 12-നും അതിനു മുകളിലും പ്രായമുള്ള സന്ദർശകർക്കുള്ള ഇളവുകൾ ഇപ്രകാരമാണ്. ഹോട്ടൽ ക്വാറന്റൈൻ 2 ദിവസമാക്കി. 11 വയസ്സ് വരെയുള്ള വാക്സിൻ എടുക്കാത്ത കുട്ടികൾക്കൊപ്പം എത്തുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ വാക്സിനേഷൻ പൂർത്തിയാക്കിയവർ ആയിരിക്കണം. യാത്രയ്ക്ക് 72 മണിക്കൂർ മുമ്പെടുത്ത കോവിഡ് നെഗറ്റീവ് പരിശോധനാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം. ഹോട്ടൽ ക്വാറന്റൈനിൽ എത്തുമ്പോൾ PCR പരിശോധന നടത്തുന്നതായിരിക്കും. രാജ്യത്തിന് പുറത്തുനിന്ന് വാക്സിനേഷൻ പൂർത്തിയാക്കിയവർക്ക്, അതായത് മന്ത്രാലയം അംഗീകരിച്ച വാക്സിനേഷൻ പൂർത്തീകരിച്ചവർക്ക് ഹോട്ടൽ ക്വാറന്റൈനിൽ സെറോളജി ആന്റിബോഡി പരിശോധന നടത്തും. വാക്സിൻ എടുക്കാത്ത സന്ദർശകർക്ക് പ്രവേശനമില്ല. വ്യവസ്ഥകൾക്ക് വിധേയമായി അംഗീകരിച്ച വാക്സിനുകൾ സിനോഫാം, സിനോവാക്, സ്പുട്നിക് V എന്നിവയാണ്. ഇവ 2 ഡോസും എടുത്തവർക്ക് യാത്രയ്ക്ക് മുൻപുള്ള പോസിറ്റീവ് സെറോളജി ആന്റിബോഡി ടെസ്റ്റ് നിർബന്ധം. പരിശോധനാ ഫലത്തിന്റെ സാധ്യത 30 ദിവസമാണ് നൽകിയിട്ടുള്ളത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.